ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഫുള്ള് കുക്കിംഗ് ആണ് കേട്ടോ. നമ്മുടെ ഉച്ചക്കത്തെ കുക്കിങ്ങും എല്ലാം ഉണ്ട്. നല്ല അടിപൊളി സ്പെഷ്യലൊക്കെ ഉണ്ട്. നിങ്ങളൊക്കെ അറിയാവുന്ന സ്പെഷ്യലൊക്കെ തന്നെയാണ്, അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല. എന്നെ അല്ലാതെ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ അതൊക്കെ ഉണ്ട് ഇന്ന്. അപ്പം നമുക്ക് ഇന്നത്തെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റോട് കൂടി നമുക്ക് ഇന്നത്തെ വീഡിയോ ഒക്കെ റെഡി ചെയ്ത് തുടങ്ങാം. അപ്പൊ നമുക്കിത് രാവിലെ എന്നാന്ന് ചോദിച്ചാൽ സാമ്പാർ റെഡിയായി. ഇനി ദോശ ഉണ്ടാക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. ദോശ ഉണ്ടാക്കാൻ തുടങ്ങുന്നു. കണ്ണൻ ട്യൂഷനൊക്കെ പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പം രാവിലെ കണ്ണൻ ലൈറ്റായിട്ട് എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ടേ പോകത്തുള്ളൂ. പിന്നെ വന്നു കഴിഞ്ഞായിരിക്കും കഴിക്കുന്നത്. അപ്പൊ നമുക്ക് രാവിലത്തെ നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് തുടങ്ങാം. അപ്പൊ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ, ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നിങ്ങൾ ഈ ഡേറ്റ് വീഡിയോയ്ക്ക് കൂടെ ഒക്കെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്നാലല്ലേ നമുക്ക് എന്നതായി ടിപ്സും കാര്യങ്ങളൊക്കെ കാണിക്കാൻ പറ്റുന്നേ. പ്രത്യേകിച്ച് ഒന്ന് എന്നും ചെയ്യുമ്പോൾ നിങ്ങൾ എന്നെ ചോദിക്കും, ഇതൊക്കെ ഏതാണ് ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിലൂടെ ഇടുന്നത്. എനിക്ക് റിസൾട്ട് കിട്ടുന്നതൊക്കെയാണ് വീഡിയോയിൽ ഇടുന്നത്. അതുപോലെ തന്നെ ഞാൻ പേര് നോക്കിയിട്ട് പറയാം കേട്ടോ. ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, ഇങ്ങനെയൊക്കെ പറയുന്നവരുടെ പേര് നോക്കിയിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞായിരുന്നു. ആരാന്നുള്ള ഞാൻ പറയവേ. ലൗലി എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരി പറഞ്ഞു കറുത്തു പോയെന്ന്. ഏതാണെന്നറിയോ? നമ്മുടെ ചെമ്പരത്തിയുടെ പായ്ക്കിനകത്ത് കറക്കുന്ന ഒരു സാധനം ഞാൻ തേർപ്പെടുത്തില്ല. ഇനി എനിക്കൊരു ഡൗട്ട് ഉണ്ട്. പുള്ളിക്കാരി ഞാൻ കൺമഷിയുടെ ഒരു വീഡിയോ കാണിച്ചാൽ അത് എങ്ങനെ മുഖത്ത് വാരി തേച്ചിട്ട് പുള്ളിക്കാരിക്ക് വീഡിയോ മാറിപ്പോയിട്ട് ഇതിനകത്തൊന്ന് കമന്റ് ഇട്ടാണോ എന്ന് എനിക്കറിയാൻ മേല. പക്ഷെ കറുത്തു പോയെന്ന് പറഞ്ഞാണ് ഇട്ടേക്കുന്നത്. അത് റിസൾട്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ പിന്നെയും വിശ്വസിക്കാം. കറുത്തു പോയെന്നാണ്. അതിനകത്ത് കറക്കാനായിട്ടുള്ള ഒരു സാധനം ഞാൻ ചേർത്തിട്ടില്ല. പിന്നെ റിസൾട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞാലും അത് വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് എനിക്കുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്ത് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതാണ്. അതിനകത്ത് നമ്മൾ സാധാരണ കാര്യങ്ങളൊക്കെ ഉള്ളത്, അതിനകത്ത് പ്രത്യേകിച്ച് ഒരു കെമിക്കലും ചേർക്കുന്നത്. എന്നതിനാണ് ഇങ്ങനെയൊക്കെ ഈ നുണ പറയാനായിട്ട് ഇതിനകത്തേക്ക് വരുന്നത്? ഇങ്ങനെയൊക്കെയുള്ള പെണ്ണുങ്ങളെയാണ് പൊതിയും നുണയും പറയുന്ന പെണ്ണുങ്ങളെന്ന് പറയുന്നത്. കാര്യം നമ്മളൊരു സാധനം ചെയ്തു, അതിന്റെ റിസൾട്ട് അവരിതൊന്നും ചെയ്തു പോലും നോക്കി കാണത്തില്ല. അതുകൊണ്ടാണ് കറുത്ത് പോയെന്ന് പറഞ്ഞത്. എനിക്കറിയത്തില്ല. അവരിനി ഈ കരിയും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട്, കമന്റിലൂടെ ചോദിച്ചിട്ടുണ്ട്. കൺമഷിയാണോ വരട്ടെയെന്ന് ചോദിച്ചിട്ടുണ്ട്. കാര്യം അല്ലാതെ എന്നെ ചോദിക്കേണ്ട. ഇങ്ങനെ ഓരോ ആവശ്യമില്ലാത്ത കമന്റ് ഇടാൻ കുറെ എണ്ണങ്ങളുണ്ട് കേട്ടോ. എന്നാത്തിനാന്ന് എനിക്കറിയാൻ മേല. കുറെ എണ്ണങ്ങൾ ചുമ്മാ ഇങ്ങനെ ഒരു പ്രയോജനവും ഇല്ലാത്ത കാര്യങ്ങൾ. നമ്മൾ സത്യം പറഞ്ഞ ഭൂമിക്കൊക്കെ ഭാരമാണെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ഒന്നെങ്കിൽ അതിനകത്തുള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പറയുക, ഈ ഇല്ലാത്ത കാര്യം. പിന്നെ ഞാൻ കടുകിന്റെ വീഡിയോ ഇട്ടത് ഇപ്പോഴും ഞാൻ പറയുന്നുണ്ട്. കടുകിന്റെ വീഡിയോ ഇട്ടത് മുടി കറക്കും. പക്ഷെ എന്നാന്ന് ചോദിച്ചാൽ എണ്ണമയം ഉള്ളതുകൊണ്ട് നമ്മൾ തല തോർത്തുമ്പോൾ ആ തുണിയിൽ ആ കരി പറ്റാറുണ്ട്. അത് സത്യമാണ്. അത് വെച്ചാൽ എണ്ണമയം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറ്റും. 2-3 പ്രാവശ്യം അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അത് ഓക്കെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഇച്ചിരി ഷാമ്പു ഇട്ട് നിങ്ങളൊന്ന് കഴുകണമെന്ന് പറയുന്നത്, ആ എണ്ണമയം ഒന്ന് പോകാൻ വേണ്ടി. അല്ലാതെ അതിന് എന്നോട് ഓരോരുത്തർ പറയുന്നത് തല തോർത്തിപ്പോൾ തുണിയെ ടൗലെ പറ്റിയെന്നൊക്കെ പറഞ്ഞാൽ അത് എനിക്ക് മനസ്സിലാകും. കാര്യം ഞാനും ചെയ്തപ്പോൾ എനിക്കും അങ്ങനെ തന്നെയാണ് ടൗലെ പറ്റിയെന്ന്. അതിനാണ് ഇച്ചിരി ഷാമ്പു ഇട്ട് കഴുകാൻ പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള ലവ്ലിക്ക് കറുത്തെന്ന് പറയുന്നത് ഒന്നെങ്കിൽ ലവ്ലി കരിവാരി തേച്ചിട്ടായിരിക്കും, ഇല്ലെങ്കിൽ ലവ്ലിയുടെ മുഖത്ത് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണും. വല്ല സ്കിന്നിന്റെ ഡോക്ടറെ കൊണ്ട് കാണിക്കാം കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇനി ഇങ്ങനെ നെഗറ്റീവ് പറയുന്നവരുടെ പേരെടുത്തായിരിക്കും ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു. പോസിറ്റീവ് പറയുന്നവരുണ്ടല്ലോ, അവർ നല്ല മനുഷ്യരാണ്. അതിന്റെ പുകഴ്ത്തുന്നുണ്ടെന്ന് പറയുന്നില്ല കേട്ടോ. അവർ ചെയ്ത് നോക്കിച്ച് റിസൾട്ട് പറയുന്നവരുണ്ട് കേട്ടോ. ഒത്തിരി പേരുണ്ട്. അവരൊക്കെ അങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമല്ലേ. നിങ്ങളൊക്കെ ഓർക്കും ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് വാരി കോരിക്കിട്ടും അതിനായിരിക്കും ഇത്രയും കുശുമ്പ് കുത്തുന്നത്. എൻ്റെ സഹോദരി വെറുതെയാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നല്ലപോലെ ഓരോ വീഡിയോയും ചെയ്ത് കഴിയുമ്പോൾ അടുത്ത ദിവസത്തേക്കുള്ള വീഡിയോ എന്നതെന്നുള്ള ടെൻഷനാണ്. അത് ഈ യൂട്യൂബ് ചാനൽ നടത്തുന്ന എല്ലാവർക്കും ഉണ്ട്. അടുത്തത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നത് വേണ്ടി നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട്. അപ്പൊ അതുപോലെ കഷ്ടപ്പെടുന്നുണ്ട്, അതുപോലെ ചിന്തിച്ച് കൂട്ടുന്നുണ്ട്. എന്നത് വേണം അടുത്ത നാളെ എന്നോർത്തുണ്ട്. അല്ലാതെ എന്നതെങ്കിലുമൊക്കെ നിങ്ങളുടെ മുന്നിൽ കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമുക്ക് ചെയ്ത് ചെന്ന് പോകാമെന്ന് വിചാരിക്കാം. പക്ഷെ നമ്മൾ ചെയ്ത് നമുക്ക് റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് ഇതൊരു നേരം പോക്കല്ല. ഈ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് ഞങ്ങൾ ഈ തുടങ്ങിയവർക്ക് ആർക്കും ഒരു നേരം പോക്കല്ല. ഞങ്ങൾക്കൊക്കെ ഒരു വരുമാനത്തിന് വേണ്ടി, പിന്നെ ഞങ്ങളുടെ ഒരു ജോലി പോലെയാണ് ഞങ്ങൾ കൊണ്ടു നടക്കുന്നത്. കാര്യം മിക്ക പെണ്ണുങ്ങളും കുടുംബത്തിന് വേണ്ടി, വീട്ടുകാർക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് കൂടുതലും. എന്നുവെച്ചാൽ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കി കൊടുക്കുന്നവരെയല്ല പറഞ്ഞത്, മക്കളെ ഭർത്താവിനെ നോക്കാൻ ആഗ്രഹിക്കുന്നവരാണ് കൂടുതലും പെണ്ണുങ്ങൾ. അങ്ങനെയുള്ളവരാണ് ജോലിക്ക് പോകാൻ പറ്റാതെ അവർ വീട്ടിൽ തന്നെയായി പോകുന്നത്. അപ്പം അല്ലാത്തവർ അവർക്ക് വീട്ടിൽ അവരുടെ കുഞ്ഞുങ്ങളെ നോക്കാനൊക്കെ ആളുകളുള്ളവർക്കാണ് ജോലിക്ക് പോകാൻ പറ്റുന്നത്. അങ്ങനെ സൗകര്യമില്ലാത്ത ഒരുപാട് പേരുണ്ട് വീടുകളിൽ. വല്യമ്മയും അമ്മയും അപ്പനും ഒക്കെ ഉള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് അവർക്ക് ജോലിക്ക് പോകാം. അവരുടെ കുഞ്ഞുങ്ങളെ സേഫ് ആയിട്ട് അവരുടെ തേപ്പിച്ചിട്ട് അവർ പോകുന്നത്. പക്ഷെ നമുക്കൊക്കെ അങ്ങനെ ആരുമില്ല. നമ്മൾ തന്നെ, ഞങ്ങൾ 4 പേര് മാത്രമായിട്ടാണ് ആദ്യം മുതലേ ഞങ്ങൾ ജീവിതം തുടങ്ങിയത്.
അപ്പോൾ അതുകൊണ്ട് കുറച്ച് നാളേ ഉള്ളൂ അച്ഛൻ്റെ അമ്മയുടെ കൂടെ ഒന്ന് താമസത്. അത് കഴിഞ്ഞ് ഞങ്ങൾ സെപ്പറേറ്റ് മാറി. അപ്പോൾ അന്നേരം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കാണ്ട് ഇപ്പോൾ എനിക്ക് ചേട്ടൻ്റെ വീട്ടിലും അമ്മയില്ല, എനിക്കും അമ്മയില്ല, നമുക്ക് എങ്ങനെ ഏൽപ്പിക്കാൻ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ജോലിക്ക് പോക്കോ ഒന്നും നടക്കാത്തത്. അപ്പം നമുക്ക് സ്വന്തമായിട്ട് ഏതൊരു പെണ്ണിൻ്റെ ആഗ്രഹമാണ് സ്വന്തമായിട്ട് ഒരു വരുമാനം വേണമെന്നുള്ളത്. അതേ ആഗ്രഹം തന്നെയാണ് ഞങ്ങൾക്കും ഒക്കെ ഉള്ളത്. അത് ഭർത്താക്കന്മാരുടെ കയ്യിൽ നമുക്ക് അവർ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഭർത്താക്കന്മാർ പൈസ നമുക്ക് ചിലവാക്കില്ലാത്തതുകൊണ്ടല്ല, സ്വന്തമായിട്ട് അധ്വാനിച്ച് ഒരു 10 രൂപ ഉണ്ടാക്കുമ്പോൾ അതിനൊരു അഭിമാനം തോന്നാറുണ്ട്. അതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ ഈ കുശുമ്പ് കുത്താതെ. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങി നോക്കുക, അപ്പം നമുക്ക് മനസ്സിലാകും. നിങ്ങളൊരു 3 ദിവസം കൂടുതൽ ഇത് മുന്നോട്ട് കൊണ്ടുപോവുകയില്ല, അതുപോലെ കഷ്ടപ്പാടാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത നെഗറ്റീവ് കമന്റുകളൊന്ന് നിർത്തുക കേട്ടോ. പിന്നെ ഇതൊന്നും കേട്ട് തളരാൻ പോകുന്നില്ല. കാര്യം ഇപ്പോൾ ഒരു 3 വർഷമായി ഇതിന്റെ പുറകെ ഇറങ്ങി തിരിച്ചിട്ട്. ഈ 3 വർഷത്തിനുള്ളിൽ തളർന്ന് പുറകോട്ട് പോയിട്ടില്ല. ഇനിയും മുന്നോട്ട് തന്നെ പോകത്തുള്ളൂ. ജീവനുള്ളിടത്തോളം കാലം മുന്നോട്ട് തന്നെ പോകും. അപ്പൊ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാവേ. നമുക്ക് നമ്മുടെ ദോശ ചുട്ടു തുടങ്ങാം. ഇത് നല്ല ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റിയ മാവാട്ടോ. പക്ഷെങ്കിൽ ഇവിടെ ആർക്കും ഇഡ്ഡലിയോട് വലിയ താല്പര്യമില്ല, ദോശ ഇഷ്ടം. ഒന്നിനുമല്ലാതെ എന്തിനോ തോന്നിയൊരിഷ്ടം, എനിക്കെപ്പോഴോ തോന്നിയൊരിഷ്ടം, രാഗമായി അത് താളമായി, നീ എൻ്റെ ആത്മാവിൻ താളമായി, ശൂന്യമായി നമ്മുടെ ദോശ റെഡിയായി. ഇവിടെ ഇങ്ങനെ ദോശ മൊരിഞ്ഞിരിക്കണം. മൊരിഞ്ഞ ദോശയാണ് ഇഷ്ടം കേട്ടോ, ഇതുപോലെ ഇരിക്കണം. നമുക്ക് നേരത്തെയൊക്കെ വീഡിയോ എടുക്കുമ്പം ഗ്യാസ് ഒരു പപ്പുറത്തായതുകൊണ്ടുണ്ടല്ലോ, എന്നെയും കൂടെ ചേർത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമായിരുന്നേ. ഇപ്പോൾ തന്നെ ഉണ്ടല്ലോ, ഇത് ഇവിടെ ഫോൺ വെക്കാനായിട്ട് യാതൊരു സൗകര്യവും ഞങ്ങൾക്കില്ല. അല്ലെങ്കിൽ അങ്ങ് ദൂരെ വെക്കണം. അങ്ങനെ നോക്കണം വെക്കാൻ പറ്റുമല്ലോ, എന്നിട്ട് വേണം. ഇതുവരെ ഞാൻ ശ്രമിച്ചില്ല അങ്ങനെ വെക്കാനായിട്ട്. നമുക്ക് വെച്ച് നോക്കാം. ഇപ്പം സാമ്പാറിനുള്ള കടുക് വറുക്കാനും കൂടെ തുടങ്ങുവാണ്. സാമ്പാറെല്ലാം വെന്തു. അതിലേക്ക് ഇച്ചിരി കടുകും കൊച്ചുള്ളി, ഉണക്കമുളക്, കറിവേപ്പില, ഇത്രയായിട്ട് കടുക് വറുക്കണം. കരളിൽ വിരിഞ്ഞ പൂക്കൾ, ഒരു
ഇങ്ങനെ സാമ്പാറിന് കടുക് വറുത്ത് ഇനി ദോശ കൊടുക്കട്ടെ. ചൂടോടുകൂടി ദോശ കൊടുക്കാം. കണ്ണൻ രാവിലെ ട്യൂഷന് പോകാനായിട്ട് പോകുന്നു. തമ്പുരാട്ടി രാവിലെ തൊട്ട് ആളുകൾ കിടക്കുക. പോയി വല്ല പണിയും ചെയ്യടി. രാവിലത്തെ കാപ്പൂടിയെല്ലാം കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ടാങ്ക് കഴിച്ചാണ് കേട്ടോ. അപ്പടി അഴുക്കാണ് അതിനകത്ത് മൊത്തം. മോട്ടർ അഴപ്പല്ലേ. ഇതുണ്ട് വഴുതിനെല്ലാം ഇങ്ങോട്ട് നട്ടു. ഞാൻ ബാജനോടാ പറഞ്ഞേ. ഇവിടുത്തെ കപ്പയെല്ലാം പറിച്ചു കളഞ്ഞു. കപ്പയെല്ലാം ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് നട്ടു. ഇന്നലത്തെ പരിപാടി അതൊക്കെ ഗ്രോ ബാഗിലേക്ക് മാറ്റി. എന്നാലും വലിയ കിഴങ്ങൊന്നും ഉണ്ടാകുന്നില്ല. ഉണ്ടാകട്ടെ. എന്തോ വരുന്നേ എന്നാ വെച്ചട്ടാ നിക്കേ. അപ്പം ഇന്നത്തെ ടാങ്കിലെല്ലാം കഴുകി കഴിയുമ്പോൾ ഒത്തിരി സമയമായി കേട്ടോ. താഴത്തെ ടാങ്ക് മാത്രമേ കഴുകുന്നുള്ളൂ പറഞ്ഞിരുന്നായിരുന്നു. പക്ഷെ നടന്നില്ല കേട്ടോ. ഞങ്ങൾ പിന്നെ മേളത്തെ കൂടെ കഴുകി. ഒരിയുന്ന വെയിൽ തരുന്നത് മുഖമെല്ലാം അങ്ങ് വല്ലാതായി. അയ്യോ വേർത്ത് കുളിച്ച് മുടിയല്ല ഞാൻ വരക്കെട്ടി വെച്ച് ആവി എടുത്തിട്ട് വയ്യാം. അപ്പം അതുപോലെ ചൂടപ്പം ടാങ്കെല്ലാം കഴിക്കാനും ചേട്ടൻ കൂടെ കിടക്കണം കഴുകിയത്. കണ്ണം വരാനായിട്ടാണ് ട്യൂഷന് പോയതുകൊണ്ട് പിന്നെ ഞങ്ങൾ രണ്ടും തന്നെയുള്ളത്. അവനുണ്ട് എനിക്കിതൊന്നും അറിയണ്ട കേട്ടോ. അവൻ ചേട്ടൻ കൂടെ എല്ലാത്തിനും കൂടിക്കോളും. അപ്പം ഞാൻ അതെല്ലാം കഴിഞ്ഞ് നീ കറി വെക്കാനൊക്കെ കയറിയേക്കുന്നതേ ഉള്ളൂ. അപ്പം കറി വെക്കാനായിട്ട് കയറിയേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല അടിപൊളി ഒരു കറിയാണ്. എന്നാന്നുള്ളപ്പോൾ വീഡിയോയിലൂടെ കാണാമേ. അപ്പം അതുപോലെ തന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ശനിയാഴ്ചയാണ് വീഡിയോ എടുക്കുന്നത്. ഇത് മിക്കവാറും ഞാൻ ഞായറാഴ്ച എടുത്തുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ ശനിയാഴ്ച ഇപ്പോൾ ഇത്രയും സമയമായി ഈ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്തിരുമ്പോൾ ഒരുപാട് സമയം ഇന്ന് വീഡിയോ എഡിറ്റ് നടക്കില്ല. അപ്പം ഞാൻ ഇന്നത്തെ വീട്ടുവിശേഷങ്ങൾ അത് ഉച്ചയ്ക്കത്തെ കറി എന്നാന്നൊക്കെ ഉള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമുക്ക് അതെന്നതൊക്കെ ഒന്ന് കാണാവേ. കുക്കർ മത്തി ഉണ്ടാക്കാനായിട്ടുള്ള സംഭവങ്ങളാണ് 2 പച്ചമുളക്, പിന്നെ ഒരു 2 കഷ്ണം വെളുത്തുള്ളി, പിന്നെ ഇത്രയും വെളുത്തുള്ളി ആയിട്ട് 2 കഷ്ണം ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി, കുരുമുളക് പൊടിയല്ല കേട്ടോ, കുരുമുളകാണ് ചേർക്കുന്നത്. അത് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ. കുരുമുളക് ഇച്ചിരി കൂടിയാലും നല്ല ടേസ്റ്റാണ്. ആ ഒരു എരിവിനൊരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ പെരിഞ്ചീരകം, അത് നമ്മൾ എടുക്കുന്ന മത്തില. ഞാനിപ്പോൾ ഇത്ര കിലോ ഒന്നും അല്ല കേട്ടോ എടുക്കുന്നത്. ഞാൻ അങ്ങ് എടുക്കുന്നേ ഉള്ളൂ. പിന്നെ മുളക് പൊടി ശക്കലം ഇട്ട്, മുളക് പൊടി, പിന്നെ മഞ്ഞൾ പൊടി. ഞാൻ ഇതിന് മുന്നേയും വെച്ചിട്ടുണ്ടേ. ചിലർ പറയും കുക്കർ മത്തി വെച്ചാൽ ഇഷ്ടമല്ല. അങ്ങനെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞവരൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ അവരത് വെക്കുന്ന രീതിയുടെയാണ് കേട്ടോ. കുക്കർ മത്തി ഒരു പ്രാവശ്യമെങ്കിലും നേരെ ചൊവ്വേ വെച്ചിട്ടുള്ളവർ പിന്നീട് ഒരിക്കലും അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാന. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് വേണേൽ നമുക്ക് ഇച്ചിരി ചേർക്കാം കേട്ടോ. ഇത്ര ചേർക്കുന്നുള്ളൂ. അപ്പം പിന്നെ കറിവേപ്പില, പിന്നെ വെളിച്ചെണ്ണ. ഇത്ര നല്ലപോലെ ചതച്ചെടുത്ത് വെച്ച് അരച്ചെടുക്കാം. നല്ലപോലെ അരച്ചെടുക്കണം. വെളിച്ചെണ്ണയും കൂടെ ചേർത്തൊന്ന് ചതച്ചെടുക്കട്ടെ. ചതച്ചെടുത്ത് വെച്ച് ഞാൻ ഇത് അരച്ചുകൊണ്ട് വരാവേ. നല്ലപോലെ അരച്ച് എടുത്തിട്ടുണ്ട്. ഇല്ലല്ലോ കുഴപ്പമില്ല. അല്ലേ എനിക്ക് ഇച്ചിരി കൂടെ കഴിഞ്ഞു. അപ്പൊ ഇതിന്റെ എല്ലാം അരച്ചെല്ലാം എടുത്തു. മീന് ഇത് കണ്ടോ ഇങ്ങനെ വരഞ്ഞെടുക്കണേ. ഇങ്ങനെ മത്തി കണ്ടായിരുന്നോ? വരഞ്ഞെടുത്തതിന് ശേഷം ഞാൻ ഈ അരപ്പിനകത്തോട്ട് ഇച്ചിരി വെള്ളം കൂടെ ചേർത്താണ് അരച്ചത്. ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം നല്ലപോലെ അരച്ചെടുത്തു. അപ്പം നമ്മുടെ അരപ്പെല്ലാം കൂടി ഇനി ചേർക്കാനായിട്ട് തുടങ്ങുവാണ്. ഇതിനി നല്ലപോലെ ഇതിലൊന്ന് പുരട്ടി ഒരു 10-15 മിനിറ്റേലും വെക്കണം കേട്ടോ. എന്നിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും നല്ല. അന്നത്തേക്ക് ഇത് മൊത്തം ഒന്ന് പിടിക്കും. ഇരിക്കട്ടെ. എന്നിട്ട് ഇന്നത്തേക്ക് ഇതിൻ്റെ ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കണം. ഉള്ളി പച്ചമുളകും അരിഞ്ഞെടുക്കണം.
ഇപ്പം നമ്മുടെ കുക്കർ നല്ലപോലെ ചൂടായി കേട്ടോ. അതൊക്കെ പുരട്ടിയെല്ലാം വെച്ചിട്ട് കുറച്ച് നേരം ആകുന്നു. കുക്കർ നല്ലപോലെ ചൂടായി. ഇനി അതിലേക്ക് നമ്മുടെ കൊച്ചുള്ളി ഉണ്ടല്ലോ, വേണ്ട ഇങ്ങനെ തീയലിനൊക്കെ നമ്മൾ അരിയത്തില്ലേ, അങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഉള്ളി ഇച്ചിരി കൂടുതലിരുന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉള്ളി ഇതിനകത്തേക്ക് ഇട്ട്, ഉള്ളിയും പച്ചമുളകും കൂടെ ഇതിനകത്തോട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കട്ടെ. ഇത് ഒരു തുള്ളി ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ വഴറ്റുമ്പോഴത്തേക്ക്. വേണമെങ്കിൽ മതി, നമ്മൾ മറ്റേതിനൊക്കെ ഉപ്പൊക്കെ ചേർത്തിട്ടുള്ളതാണ്. ഒരു ശകലം ഇത് നമുക്കൊരു ബ്രൗൺ കളറാക്കി എടുക്കണേ. ഉള്ളിയെ കരിഞ്ഞു പോവുകയും ചെയ്യരുത്, എന്നാൽ ഒത്തിരി ഇത് പച്ചക്കിരിക്കുകയും ചെയ്യരുത്, ഒത്തിരി വഴറ്റാതിരിക്കുകയും ചെയ്യരുത്. ഒരു ബ്രൗൺ പോലെ, ഒത്തിരി ബ്രൗൺ അല്ല, എന്നാ ഒരു ഗോൾഡൻ കളർ, അത് തന്നെ ഒരു ഗോൾഡൻ കളർ. കുഞ്ഞു മത്തിയാണേ, അതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. ഇന്നലെ ഇച്ചിരി കറി വെച്ചായിരുന്നു ഞാൻ, അടിപൊളിയായിരുന്നു. കുഞ്ഞുമത്തി കറി വെക്കാനും വറക്കാനും എല്ലാത്തിനും നല്ല രുചിയായിരുന്നു. ഇച്ചിരി നെയ്യുള്ള പീസ് മത്തി ആയതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. ഉള്ളി എല്ലാം കൂടെ ഒരു ഗോൾഡൻ കളറായി കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരിച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഈ പുരട്ടി വെച്ചേക്കുന്ന മത്തി അത് ഇതിലേക്ക് ഇങ്ങനെ നിരത്തി അടുക്കി കൊടുക്കുക. നല്ല ഈ പരന്ന സൈസ് കുക്കറൊക്കെ ആണെങ്കിൽ നല്ലതാണ് കേട്ടോ. എൻ്റെ അങ്ങനത്തെ കുക്കർ എനിക്കില്ല. ഞാൻ ഇച്ചിരി ചെറിയ കുക്കറാണ്, അതിലേക്കാണ് ഞാൻ ഇതിപ്പോൾ ഇടുന്നത്. പക്ഷേ ഇങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഇതിനു മുമ്പ് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്, ഈ കുഞ്ഞു കുക്കറിനകത്ത്. നമുക്ക് നല്ലതായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ ഗ്രേവിക്കാണ് കേട്ടോ ടേസ്റ്റ്. ഞാൻ ഉള്ളി വഴറ്റിയപ്പോൾ അതിനകത്ത് ഉപ്പിട്ടില്ലായിരുന്നു കേട്ടോ. ഉപ്പിടാതാണ് ഞാൻ വഴറ്റിയത്. ഇതിൻ്റെ കരപ്പ് മിച്ചമുള്ളതൊന്നും കളയണ്ട കേട്ടോ, അതിനകത്ത് തന്നെ ഇട്ടാൽ മതി. കൈയൊക്കെ പൊള്ളാൻ നോക്കുകയാണേ. ഞാൻ കുക്കർ കണ്ടിട്ട് കൈയിട്ടിട്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി ചേർക്കാൻ പോകുന്ന ഇച്ചിരി പുളിവെള്ളമാണ്. അതും വാളംപുളിയാണേ. വാളംപുളി ഞാൻ ഈ പാത്രത്തിലോട്ട് തന്നെ ഒഴിച്ചു വെച്ചാൽ ഇതിനകത്തെ ഗ്രേവി എല്ലാം കൂടെ ഇതിലേക്ക് ആയിക്കോട്ടെ നിർത്തുന്നുണ്ട്. പുളി നമ്മുടെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടത് ചെറുതായിട്ടൊന്ന് സെറ്റാക്കി വെച്ചിട്ട് വേണം കേട്ടോ, അല്ലെ അടിക്ക് പിടിക്കല്ലോ. ഇനി ഇത് അടച്ച് വെച്ച് ഒറ്റ വിസിൽ അടിച്ചാൽ മതി കേട്ടോ. ഒറ്റ വിസിൽ വെന്ത് കിട്ടും. ഇനി ഇത് വെന്ത് കഴിഞ്ഞ് നമുക്ക് കാണാവേ. നമ്മുടെ കുക്കർ മത്തിയൊക്കെ റെഡിയായി കേട്ടോ. ഇതുണ്ട്, ഇതുപോലെ നല്ല ഇതായിട്ട് കിട്ടണം കണ്ടോ. എന്നാ ടേസ്റ്റാണെന്നറിയാമോ ഇത്. നല്ല ടേസ്റ്റാണ് ഇതിന്. ഇത് മാത്രം മതി നമുക്ക് ചോറിനാനായിട്ട് കണ്ടോ. അപ്പം ഞങ്ങൾ കഴിക്കാനൊക്കെ തുടങ്ങുവാണ്. പിന്നെ കുഞ്ഞു മത്തി വറുത്തതുണ്ട്, വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയുണ്ട്, പിന്നെ സാമ്പാറും. ഇതാണ് ഞങ്ങളുടെ ഉച്ചക്കത്തെ കറികളൊക്കെ. അപ്പം ഞങ്ങൾ ഇനി ചോറൊക്കെ ഉണ്ണട്ടെ. അപ്പം ഇനിയിപ്പോൾ ഊണൊക്കെ കഴിഞ്ഞ് ഇനി പ്രത്യേകിച്ച് വീഡിയോസ് ഒന്നും ഇല്ല കേട്ടോ. ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറയുന്നത്. നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാവേ. അപ്പോൾ നിങ്ങൾക്ക് കുക്കർ മത്തിയൊക്കെ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. വെച്ചിട്ടുള്ളവരും കഴിച്ചിട്ടുള്ളവരും ഒക്കെ അഭിപ്രായം പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാവേ. അപ്പം നമ്മുടെ കുക്കർ മത്തിയൊക്കെ കൂട്ടി അടിപൊളി ചോറുണ്ണാനായിട്ട് തുടങ്ങുവാണ്.